ഹലോ ഫ്രണ്ട്സ്, സിൽക്ക് ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കട്ട് വർക്കാണ് കേട്ടോ. കട്ട് വർക്കിന് നമ്മൾ ആദ്യം ടോയിനിട്ടിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ആ വീഡിയോസ് ഒന്നൊക്കെ കയറി കാണണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ അടുപ്പിച്ച് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം നമ്മൾ ഉള്ളിലെടുക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് റണ്ണിങ് ഇട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഫില്ലിങ് ഇല്ല, റണ്ണിങ് ഇട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കണ്ടു നോക്കാം, അടുപ്പിച്ച് റണ്ണിങ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇത് എടുക്കുന്നുണ്ട്, നമ്മൾ റൗണ്ട് പോലെ എടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് കമൻസൊക്കെ ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മളുടെ ഇതിൽ ഒരു വിജയിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനെപ്പോഴും ഇത് ആവർത്തിക്കുന്നില്ല എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കമൻസ് ഇട്ട് പോലും മാത്രമേ നിങ്ങൾക്ക് ആ കമൻസിൽ നിന്നാണ് ഞാനൊരു വിജയിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കും. അപ്പം ടോയിനിട്ടിട്ട് ഇതുവരെ കാണാതെ പുതിയ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ടോയിനിട്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ഇതാണ്. നമുക്ക് കട്ട് വർക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ ഇട്ടിട്ട് പഠിക്കണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം, അത് ചെയ്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് അതിലെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അടുപ്പിച്ച് തന്നെ നമ്മൾ സ്റ്റിച്ചിട്ട് പോകാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കട്ട് വർക്ക് ചെയ്യുമ്പോഴേ അതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ കട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ആ ടോയിനെ അടുപ്പിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ടോയിൻ്റെ സ്റ്റിച്ച് ഇടൂലേ, അത് നന്നായിട്ട് അടുപ്പിച്ചിട്ട് കൊടുത്താൽ മാത്രമേ അത് ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ വിട്ടു പോരും. അതിന് വേണ്ടിയാണ് ഇത്ര അടുപ്പിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ
നല്ലൊരു വർക്കാണിത് കേട്ടോ. നമ്മുടെ ബോട്ടത്തിൻ്റെ അടിഭാഗമൊക്കെ ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. അപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്ത വീടുകളൊക്കെ ചുരുക്കമല്ലേ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നന്നായിരിക്കും കേട്ടോ. നമുക്ക് നമ്മുടെ സാരികളിലൊക്കെ കട്ട് വർക്ക് ചെയ്തിരുന്ന കണ്ടിട്ടില്ല, എന്ത് ഭംഗിയായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഡെയിലി പ്രാക്ടീസിലൂടെ ശരിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട്, ടോയ്ലറ്റ് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കയറി കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തതിൻ്റെ അന്നത്തെ ഇതും ഇന്നത്തെ ഇതുമായിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്ക്, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് എന്തും നേടാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.